വിനോദേട്ടനെ വിളിച്ചോ? വിനോദേട്ടനെ വിളിച്ചോ? നമ്മുടെ ഈ ഉപവാസ സമരം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വിനോദ് പട്ടികര അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ്റെ കൊച്ചനീയനായ അനൂപ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് പ്രശോഭ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹി സദാം ഹുസൈൻ, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ ഹക്കീം, ലക്ഷ്മണൻ, അനന്തു, ടിൻഡു, മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ കർമ്മധീര സമരഭടന്മാർ, ആനുകാലിക രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ദിനം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ദിവസമാണ്. ഒക്ടോബർ 2 ലോകരാജ്യത്തിന് സംഭാവന ചെയ്ത ശാന്തി മന്ത്രം, അഹിംസ എന്ന മന്ത്രം മഹാത്മാഗാന്ധിജി നമുക്ക് പകർന്നു തന്ന, മഹാത്മാഗാന്ധിജിയുടെ സൂക്തങ്ങൾ ഉരുവിടേണ്ട ഒരു കാലഘട്ടമാണ്. ഭാരതം ഭരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാകട്ടെ ഇടതുപക്ഷ ഫാസിസ്റ്റ് ശക്തികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ സംഭാവന ചെയ്ത ചരിത്രങ്ങൾ തന്നെ വളച്ചൊടിക്കുകയാണ്. ആരായിരുന്നു മഹാത്മാഗാന്ധിജി? നമ്മുടെ അന്നത്തെ ദരിദ്രനാരായണനായ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, പട്ടിണിപ്പാവങ്ങൾക്കും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്ത് അർദ്ധനഗ്നനായ ഫക്കീർ ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും സ്വാതന്ത്ര്യമെന്ന ദീക്ഷയ്ക്ക് വേണ്ടി പോരാടാൻ നമ്മെ പ്രേരിപ്പിച്ച ആ മഹാത്മാവിൻ്റെ ജന്മദിനമാണ് ഇന്ന്. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച് പുത്ലിബായിൻ്റെയും കരംചന്ദ് ഗാന്ധിയുടെയും പുത്രനായ മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സൂര്യനുദിച്ചാൽ എവിടെയെല്ലാം സൂര്യനുദിക്കുന്നോ അവിടെയെല്ലാം ബ്രിട്ടീഷിൻ്റെ അധികാര മുദ്രയുണ്ടാകുമെന്ന് പറഞ്ഞ് വിലസിയിരുന്ന അന്നത്തെ മേധാവികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തി, അഹിംസ എന്ന രീതിയിൽ സമരം നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വാങ്ങിച്ചു തന്നതാണ്. ആനുകാലിക രാഷ്ട്രീയത്തിലെടുക്കാം. നമ്മുടെ യു.പിയിൽ ദിനംപ്രതി ദളിത് മുസ്ലിം യുവതികൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നു. യു.പിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ അക്രമങ്ങൾ നടന്ന് അവിടുത്തെ ആ ആത്മാവിൽ മരണപ്പെട്ട യുവതിക്ക് വേണ്ടി നിഷ്പക്ഷമായി നീതി നേടാൻ വേണ്ടി പോയ പ്രിയങ്കരനായ നമ്മുടെ മുൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആദിത്യനാഥിൻ്റെ കാവിയുടുത്ത പോലീസ് ഇന്നലെ നമ്മൾക്കറിയാം, ദൃശ്യമാധ്യമങ്ങളോടെ കണ്ടതാണ്, നമ്മുടെ നേതാവിനെ തള്ളിയിട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ചരിത്രങ്ങൾ വളച്ചൊടിക്കുന്നത്? ഇന്ത്യയിലെ 138 കോടി ജനങ്ങൾ ഈ ഇന്ത്യ ഭാരതഖണ്ഡത്തിൽ ജീവിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കണക്കിൽ പറയുന്നത് 130 കോടി ജനങ്ങൾ മാത്രമേ ഭാരതത്തിലുള്ളൂ എന്നാണ്. ബാക്കിയുള്ള 8 കോടി ജനങ്ങൾ ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ നാടുകടത്തപ്പെടണമെന്നാണോ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്? ഇവിടെ എന്താ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരല്ലേ?
ഏതെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോ ജനസംഘത്തിൻ്റെ നേതാക്കന്മാരോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗവാക്കായിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രത്താളുകളിൽ അവരുടെ നേതാക്കന്മാരുടെ പേര് പറയാൻ പറ്റുമോ? ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ള BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ സ്വാതന്ത്ര്യ സമര ഭടന്മാരെ ഒറ്റുകൊടുത്ത CPM ആണ് കേരളം ഭരിക്കുന്നത്. ഇവർ ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗഭാഗങ്ങളാണ്. അവർ ഒരാൾ കാവിയുടുത്ത കൊലപാതകികളാണെങ്കിൽ മറ്റൊരുത്തർ ചെങ്കൊടി പിടിച്ച കൊലപാതകികളാണ്. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തുറന്നു കാട്ടിക്കുക എന്നാണ് ഇവിടെ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം 1992 ഭാരതത്തിൻ്റെ നെഞ്ചിൽ കടാരയിറക്കിയ ഒരു സംഭവമായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചത്. അന്നത്തെ സംഘചാലക്കും അന്നത്തെ BJP നേതാക്കന്മാരായ മുരളി മനോഹർ ജോഷി, LK അദ്വാനി, ഉമാഭാരതി തുടങ്ങിയ തീവ്ര ഹിന്ദുത്വ നിലപാടെടുത്ത് ഇവിടുത്തെ ഏകോദര സഹോദരന്മാരായി ജീവിച്ച ഹിന്ദുവിനെയും മുസൽമാനെയും തെറ്റിപ്പിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു നരനായായിട്ടായിരുന്നു ബാബറി മസ്ജിദിൻ്റെ പൊളിച്ചെടുക്കൽ. ഇന്ന് കോടതിയിൽ തെളിവ് കൊടുക്കാൻ ആരില്ല. 2 കോടതിയിലായിരുന്നു നിയമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, കോടതിയിലെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് UPയിലെ ലക്നൗ കോടതിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ തെളിവ് കൊടുക്കാൻ, വേണ്ടത്ര രേഖകൾ കൊടുക്കാൻ അവിടുത്തെ സർക്കാരിന് സാധിച്ചില്ല. കേസ് കുറ്റവിമുക്തമാക്കി. പക്ഷേ കോൺഗ്രസ് സർക്കാർ അതിനെ വിട്ടിട്ടില്ല. ആ കേസിന് അപ്പീൽ പോകും. ഇതിലെ ഓരോ കുറ്റവാളികൾ മരണപ്പെട്ടാലും ആ മരണപ്പെട്ടതിന് ശേഷവും അവർക്കെതിരെ ഇതിനുള്ള നീതിക്ക് വേണ്ടിയുള്ള ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടം കോൺഗ്രസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കെല്ലാം തന്നൊരു മന്ത്രമുണ്ട്, ഗാന്ധിജി, സമാധാനം, അഹിംസ. ആ സമാധാനത്തിലുള്ള സമരങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് ലാത്തി പ്രയോഗിക്കാം, തോക്കു ചൂണ്ടാം, കരിനിയമങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങളെ തുറങ്കിലടയ്ക്കാം. ഞങ്ങൾ അതിനൊന്നും, ആ ഭീഷണികൾക്കൊന്നും മുട്ടുമടക്കില്ല. കാരണം ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിലും വെടിയുണ്ടകൾക്ക് മുന്നിലും നെഞ്ചുവിരത്തി പോരാടി തേടിത്തന്നൊരു സ്വാതന്ത്ര്യമാണ് ഇന്ന് ഇവിടുത്തെ BJPക്കാരനും ഇവിടുത്തെ RSSകാരനും ഇവിടുത്തെ CPMകാരനും കൊണ്ടാടി അധികാരം കൈയാളുന്നത്. ഞങ്ങൾ 3-2 ഭൂരിപക്ഷമുള്ളപ്പോൾ ഭാരത സംസ്കാരത്തിൽ, ഭാരത രാജ്യത്തിൽ ഞങ്ങൾക്ക് ഏകീകൃത ഒരു ഭരണം നടത്താമായിരുന്നു. അംബേദ്കർ എഴുതി ചേർത്ത ഭരണഘടനയിൽ വേണമെങ്കിൽ ഏകീകൃത ഭരണ സമ്പ്രദായം ഞങ്ങൾക്ക് ഏർപ്പെടുത്താമായിരുന്നു. വേണമെങ്കിൽ ആജീവനകാലം രാഹുൽ ഗാന്ധിയും അവരുടെ തലമുറയായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നെഹ്റുവിൻ്റെയും കുടുംബം ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അധികാരം ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് പരമ്പരാഗതമായി ഭരിക്കാമായിരുന്നു. അതെന്തുകൊണ്ടാണ് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത്? മതേതരത്വം എന്നൊരു മൂലമന്ത്രമാണ് കോൺഗ്രസിൻ്റെ ആശയം. ഞങ്ങളിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ഭാഷയില്ല. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം. ഞങ്ങളിലുള്ളത് മാനവിക രക്തം എന്ന് നമുക്ക് പാടിത്തന്ന നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് മുമ്പുള്ളത്. ഞങ്ങൾക്ക് ധീരദേശാഭിമാനികളുണ്ട്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി പോരാടിയ ദേശാഭിമാനികളുണ്ട്. ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കോ ഏതെങ്കിലും CPMന്റെ നേതാക്കന്മാർക്കോ ഏതെങ്കിലും RSSന്റെ BJPയുടെ നേതാക്കന്മാർക്കോ ഒരു പേരെങ്കിലും ചരിത്രത്താളിൻ്റെ ഒരു അക്ഷരത്താളുകളിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുമോ? നിരവധി ചോരച്ചാലുകൾ നീണ്ടി കടന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ നേരെ ആയുധമോ ആശയമോ കൊണ്ട് നേരിടാൻ പറ്റാത്ത RSSും BJPയും ഭരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം 138 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 138 കോടിയിൽ 39% വോട്ട് വാങ്ങി അധികാരത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ദിവസം കരിനിയമങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, രാജ്യസഭയിലും ഭൂരിപക്ഷവും കൊണ്ട്. പക്ഷേ എഴുതിത്തരാം, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, 2024 നടക്കുന്ന മെയ് മാസം തിരഞ്ഞെടുപ്പ് ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മതേതര ചേരിയിൽപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചൊരു തീരുമാനമെടുത്ത് അങ്ങ് പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്താൽ RSSന്റെ നേതൃത്വമേ കണ്ണു തുറന്ന് കേൾക്കൂ, കാതു തുറന്ന് കേൾക്കൂ, നിങ്ങളുടെ ഭരണം അറബിക്കടലിൻ്റെ അഗാധതയിൽ തൂത്തെറിയപ്പെടുമെന്നുള്ള ചരിത്രം സാക്ഷിയാകും. ഇവിടുത്തെ CPM പറയുന്നുണ്ട്, ഞങ്ങൾ പാവപ്പെട്ടവൻ്റെ സർക്കാരാണ്, ഞങ്ങൾ പട്ടിണി പാവങ്ങളുടെ സർക്കാരാണ്, ഞങ്ങൾ തൊഴിലാളികളുടെ സർക്കാരാണ്. ഇവിടുത്തെ പിണറായി വിജയൻ്റെ മക്കൾ കോടീശ്വരന്മാരാകുന്നു, കൊടിയേരുടെ മക്കൾ കോടീശ്വരന്മാരാകുന്നു.
AK ബാലന്റെയും MP രാജേഷിന്റെയും സഹോദരന്മാരും സഹോദരികളും കോടീശ്വരന്മാരാകുന്നു. അവർക്ക് എവിടുന്നാണ് ഈ ബാങ്ക് ബാലൻസ് ഉണ്ടാകുന്നത്? പാർട്ടി മുഴുവൻ പ്രവർത്തകർക്ക് കോടികൾ സംഭാവന ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രമായ ബക്കറ്റ് പിരിവിലൂടെ കോടികൾ ലഭിച്ചതാണോ? കള്ളക്കടത്തിനും കൊള്ളിവയ്പ്പിനും സ്വർണ്ണക്കടത്തിനും കൂട്ടുനിന്ന് ഹവാല ഇടപാടുകളിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിനുള്ള പണം അധികാര ദുർവിനിയോഗത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ദിവസം വായിക്കുന്നവരാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ. കട്ടിട്ട് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ മുഴുവൻ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന ഇവിടുത്തെ ഭരണകൂടം ഇപ്പോൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ആ പാവക്കറയില്ല എന്ന്. ദൈവമേ, ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഭൂമി രണ്ടായി പിളരുന്ന ഒരവസ്ഥയുണ്ടാകും. ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് കൈകോർത്താൽ ഇവിടുത്തെ ഇടതുപക്ഷ ഭരണകൂടത്തെയും BJPയുടെ വർഗീയ ഭരണകൂടത്തെയും തൂർത്തെറിയപ്പെടും എന്നുള്ളത് സത്യമാണ്. നമുക്ക് ഇപ്പോൾ പോരായ്മകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്. ഞാൻ ചരിത്രത്തിലെ ഒരു ഏട് കടമെടുത്ത് പറയുകയാണ്. നാസി ചട്ടക്കൂടങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തതാണ് നാസി ഭരണകൂടം. അതിനെതിരെ അവിടുത്തെ ചിന്തകൻ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. അന്ന് കമ്മ്യൂണിസം കരകടഞ്ഞതായിരുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് കമ്മ്യൂണിസം കൊള്ളക്കാരുടെയും കടത്തുകാരുടെയും കൂടെയാണ്. അന്ന് പറഞ്ഞ ആ ചിന്തകൻ പറഞ്ഞത്, അന്ന് അവർ കമ്മ്യൂണിസ്റ്റുകാരനോട് നേരെ വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. അവർ പിന്നെ ജൂതന്മാരെ തേടി വന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ജൂതനല്ലാത്തതുകൊണ്ട് എനിക്കതിന് കുഴപ്പമില്ല. അവർ പിന്നെ ക്രിസ്ത്യാനികളെ തേടിപ്പോയി. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം അവർ എൻ്റെ നേർക്ക് തിരിച്ചു വന്നു. എനിക്ക് വേണ്ടി ശബ്ദിക്കാനോ നിലവിളിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭാരതത്തിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അവർ മുസ്ലിങ്ങൾക്കെതിരെ തലാഖ് എന്ന നിയമം കൊണ്ടുവന്ന് അതിനെതിരെ മുസ്ലിം സ്ത്രീകളെ സ്വാധീനിച്ചു. പക്ഷേ 370 എന്ന ആർട്ടിക്കിൾ എഴുതി കാശ്മീരിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും വിഘടിപ്പിച്ചു. ഇവിടെ അവർ വേറൊരു കരിനിയമം കൊണ്ടുവന്നു, സ്വദേശിവൽക്കരണം എന്ന് പറഞ്ഞിട്ട് 1970 ശേഷമുള്ള ആൾക്കാരുടെ രേഖകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വിഘടനവാദികൾ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവർ നേടുന്ന ഒരു നേട്ടമുണ്ടല്ലോ, ആ നേട്ടം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ജാതി വേണ്ട, മതം വേണ്ട, മതേതരത്വം മാത്രം മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് മാത്രമേ അത് സംഭാവന ചെയ്യുവാൻ പറ്റുള്ളൂ, കോൺഗ്രസിന് മാത്രമേ അത് പിന്തുടരാൻ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ പലവരും ഉണ്ടാകാം, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് കോൺഗ്രസ്. RSS പറയുമ്പോൾ എന്ത് പറയും? ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ 6 വർഷം ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ ഭരിച്ച് പാവപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? അവർ അധികാരം ലഭിക്കാൻ വേണ്ടി അന്ന് ഭരിച്ച കോൺഗ്രസ് സർക്കാരിനെതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണല്ലോ സമരം നടത്തിയത്. എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വ്യക്തികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ലക്ഷങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. 6 വർഷം കഴിഞ്ഞു, 1000 രൂപയുടെ ബാങ്ക് നിക്ഷേപം ആരും നിക്ഷേപിച്ചിട്ടില്ല. അന്ന് ഗ്യാസുകൾക്ക് വിലയുണ്ടായിരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 375 രൂപയായിരുന്നു. ഇന്ന് 750 രൂപ. എന്തേ ഈ പാലക്കാടിന്റെ തെരുവീതികളിൽ കാളവണ്ടി സമരം നടത്തിയ ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറിനും ഇവിടുത്തെ BJP നേതാക്കന്മാർക്കും ഈ ഗ്യാസ് സബ്സിഡി കുറയ്ക്കണമെന്ന് സമരം ചെയ്യാൻ തോന്നുന്നില്ലേ? പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ? ഈ BJP ഭരിക്കുമ്പോൾ 375 രൂപയ്ക്ക് മൻമോഹൻ സിംഗ് സർക്കാർ ഇവിടെ ഗ്യാസ് സബ്സിഡി കൊടുത്തപ്പോൾ 750 രൂപയ്ക്ക് ഇപ്പോൾ ഗ്യാസ് വിതരണം ചെയ്യുന്നതിനെതിരെ സമരം നടത്തുന്നു. അന്ന് 58 രൂപയും 60 രൂപയും ഉണ്ടായിരുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ദിവസവും ഭാരതത്തിലും പാർലമെന്റിലും സമരം നടത്തിയ നേതാക്കന്മാരെയല്ലേ നരേന്ദ്രമോദിയും ഇവിടുത്തെ V മുരളീധരനുമെല്ലാം. എന്ന് നിങ്ങൾക്ക് ഇന്ന് പെട്രോളിന്റെ വില കുറച്ചുകൂടെ?
അന്ന് $1200 വിലയുള്ളപ്പോൾ അന്ന് കടം വാങ്ങി സബ്സിഡി കൊടുത്ത് മൻമോഹൻ സിംഗും കോൺഗ്രസ് സർക്കാരും പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്തിയപ്പോൾ ഇന്ന് USA ഡോളർ 65 രൂപയേ ഉള്ളൂ. ബാരലിന് 150 രൂപ 200 രൂപ വിലയുള്ളപ്പോൾ ഇപ്പോഴും 80 രൂപയ്ക്കും 82 രൂപയ്ക്കും പെട്രോൾ ഡീസൽ വിലവിൽപ്പന നടത്തുന്നു. ചോദിച്ചാൽ പറയുന്നു GST നടപ്പാക്കി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ GST കുറയ്ക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു സെൻട്രൽ ഗവൺമെന്റ് GST കുറയ്ക്കണം. ഞാൻ പറഞ്ഞു തരാം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയുക എന്നതാണ് അവരുടെ വാക്കിൽ പറയുന്നത്. BJP എന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ നൽകുക എന്ന് പറയുന്നതാണ്. ഈ രണ്ട് പാർട്ടിയും കൊലപാതകങ്ങളുടെ ചരിത്ര രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊല്ലിച്ചതും കൊലപാതകം ചെയ്തതും RSSഉം CPMുമാണ്. ഒരു ഭാഗത്ത് വെട്ടിക്കൊന്നത് BJPക്കാരനാണെങ്കിൽ മരണപ്പെട്ടവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരിക്കും. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് കൊന്നതെങ്കിൽ മറുഭാഗത്ത് BJPക്കാരനായിരിക്കും. ഞങ്ങൾ ഒരേപോലെ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഒരേപോലെ SDPയെ എതിർക്കുന്നു, ഞങ്ങൾ ഒരേപോലെ തീവ്രവാദ ചിന്തയുള്ള പാർട്ടികളെ എതിർക്കുന്നു. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇവിടുത്തെ മതേതരവാദികളെയും ഭാരതത്തിന്റെ അഖണ്ഡതയെയും കാത്തു സൂക്ഷിക്കുന്നത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസും മാത്രമാണ്. ഞങ്ങളെ ലാത്തി കൊണ്ടോ തോക്കുകൊണ്ടോ കരിനിയമം കൊണ്ടോ ഒന്നും ഭീഷണിപ്പെടുത്തണ്ട. ഞങ്ങളിതെല്ലാം കടന്നു വന്നതാണ്. 1947 അർദ്ധരാത്രി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ചരിത്രമൊന്നും നിങ്ങളെ അളക്കണ്ട. ഇവിടുത്തെ CPM നേതാക്കന്മാരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരോ അളക്കണ്ട. സ്വാതന്ത്ര്യ ചരിത്ര താളുകളിൽ നിങ്ങളെ പൂർവിക പിതാക്കന്മാരുടെ ഒരു പേര് ആ ചരിത്ര താളിൽ തപ്പി നോക്കിയാൽ കാണില്ല. ചരിത്രം വളച്ചൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരാ, ചരിത്രത്തിലെ താളുകളിലില്ലാത്ത BJPക്കാരാ. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. നിന്റെ അവസാന നാളുകളാണ് നടക്കുന്നത്. ചരിത്രത്തിൽ സത്യത്തിൽ പറയുന്നുണ്ട്, ഭസ്മാസുരനെ വരം കൊടുത്തതുപോലെ ഭസ്മാസുരനെ പരമശിവൻ വരം കൊടുത്തു. അക്രമങ്ങളും അഴിഞ്ഞാട്ടവും നടത്തിക്കൊണ്ടിരുന്നു. അവസാനം പരമശിവൻ പറഞ്ഞതുപോലെ ഭസ്മാസുരനായ മോഡി സ്വന്തം തലയിൽ കൈവച്ചുകൊണ്ട് പറയും, ഞാൻ ഈ രാജ്യത്തിൻ്റെ അന്തകനായി മാറിയെന്ന്. ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിൽ നിന്ന് തുരത്തപ്പെടും. ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതിനെതിരെ പോരാടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമായിരുന്നു ഇന്നലെ ഉത്തർപ്രദേശിലെ പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി വീതിയാക്കി സമാധാനപരമായി പോരാടാൻ പോയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവിടെ തടഞ്ഞു നിർത്തിയത്. നമുക്കറിയാം, ഒരു പോലീസ് 144 എന്ന നിയമം പാസ്സാക്കുന്നു. എന്താണ് ഇപ്പൊ അറിയാം? ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. നാളെ മുതൽ 31/10/2020 വരെ 5 ആൾക്കാർ കൂടി നിൽക്കാൻ പാടില്ല. അവിടെ പോയത് ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് പോയപ്പോൾ കൂട്ടമായി കാറിൽ സഞ്ചരിച്ചപ്പോൾ 140 കിലോമീറ്റർ ദൂരെ ഡൽഹി നോയിഡ റോഡിൽ തടഞ്ഞു നിർത്തി UPയിലെ പോലീസ്. എന്ത് പറഞ്ഞു? 144 പാസ്സാക്കിയിരിക്കുന്നു. ഒരു വണ്ടിയിൽ ഡ്രൈവറും നമ്മുടെ മുൻ രാഹുൽ ഗാന്ധി പോകുമ്പോൾ അവർ പറഞ്ഞു 144 ആണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ശരി, ഞാൻ ഒറ്റയ്ക്ക് പോകാം, കൂട്ടമായി പോകുന്നതല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അവിടുത്തെ പെൺകുട്ടി മരിച്ചു വീണിട്ടുണ്ട്. അവൾ എൻ്റെ സഹോദരിയാണ്. ഭാരതത്തിലെ മുഴുവൻ സഹോദരിമാരാണ്. ഉത്തർപ്രദേശിലാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന, സന്യാസി വര്യൻ ഭരിക്കുന്ന ആ സംസ്ഥാനത്തിൽ ദിവസം തോറും സഹോദരിമാർ പീഡിപ്പിക്കപ്പെടുന്നു. ദളിത് വിവാഹം പീഡിപ്പിക്കപ്പെടുന്നു. മുസ്ലിം സഹോദരികൾ പീഡിപ്പിക്കപ്പെടുന്നു. എന്നിട്ടും പറയുന്നു, ആ കുട്ടിയുടെ ഫോറൻസിക് ലാബ് പരിശോധിച്ചപ്പോൾ പീഡകരുടെ ശുക്ലം ആ ശരീരത്തിൽ ഇല്ല എന്ന് വ്യാജ റിപ്പോർട്ട് പ്രഖ്യാപിച്ച ആദിത്യനാഥ, നിന്നോട് ദൈവം ചോദിക്കും കാലസാക്ഷി. എന്തുകൊണ്ടെന്നാൽ നിന്റെ കള്ളത്തരങ്ങളുടെ മുകളിൽ ആണി അടിക്കും. അവസാനത്തെ ആണി ജനാധിപത്യമാണ്. ആ ജനാധിപത്യ രീതിയിൽ അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ RSS വർഗീയ ചിന്തവാദികൾക്കെതിരെ പോരാടാൻ തെരുവിലിറങ്ങും. അന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ പോലീസോ പട്ടാളമോ തികയാതെ വരും. ആ തികയാതെ വരുമ്പോൾ നിങ്ങൾ സ്വമേധിയ
നിങ്ങളുടെ ഭരണകൂടങ്ങൾ ഞങ്ങളുടെ സഹന സമരങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയപ്പെടും. അതിനുള്ള തുടക്കമാണ് ഇന്ന് പാലക്കാടിലെ ഈ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിന്റെ ചുളക്കുട്ടികൾ ഇവിടെ ഗാന്ധിയൻ മാർഗമുള്ള സഹന സമരത്തിന്, അഹിംസാ സമരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിന് ഇവിടെ ഉപവാസമിരിക്കുന്ന പ്രിയങ്കരനായ പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനൂപിന് മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി എന്ന നിലയ്ക്ക് പൂർണ്ണ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.